മലപ്പുറത്ത് ജനിക്കുകയും ചെന്നൈയിൽ വളരുകയും ചെയ്ത ഡാരിലസ് ഫെരാരിയോ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു തന്റെ ജീവിതം ക്രിക്കറ്റാണെന്ന്. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയതാണ്. കൃഷിവകുപ്പിൽ ഉദ്യോഗസ്ഥനായ അച്ഛൻ സുന്ദർ സിംഗ് ക്രിക്കറ്റിൽ അതീവ താല്പര്യം ഉള്ളയാളായിരുന്നു. അങ്ങനെ അച്ഛനൊപ്പം കളി കണ്ടു തുടങ്ങിയ മകൻ കളിയാണ് ജീവിതമെന്ന് മനസ്സിലാക്കി. കളിയുമായി നടന്നു തുടങ്ങിയപ്പോൾ ഒരു നാൾ അച്ഛൻ പറഞ്ഞു, തീരുമാനം നിനക്കെടുക്കാം, കളിയോ പഠനമോ എന്ന്. അച്ഛൻ ടി വിയിൽ കാണും. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കണ്ട് അപ്പോൾ കളിക്കണമെന്ന് ഒരു ആഗ്രഹം വന്ന് അങ്ങനെ കളിച്ചതാണ്. വീട്ടിൽ ഒരു ഇത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. ഒന്നിൽ കളിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ പഠിത്തം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കളിച്ച് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ പറഞ്ഞു. പഠിത്തമൊക്കെ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നിർത്തിനും പറയാൻ പറ്റത്തില്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാവരുടെയും ആഗ്രഹം ഇന്ത്യ കളിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം, വർക്ക് ചെയ്ത് എത്തണം. സ്കൂൾ പഠനം നിർത്തിയെങ്കിലും പ്രൈവറ്റായി +2 ചേർന്നിരുന്നു. എന്നാൽ കളിയും ക്യാമ്പുമൊക്കെയായി തിരക്കിട്ട നാളുകളിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഡാരിൽ. എങ്കിലും എപ്പോഴെങ്കിലും പരീക്ഷ എഴുതിയെടുക്കും. ഇപ്പോഴത്തെ ലക്ഷ്യം നന്നായി കളിക്കുക എന്നത് മാത്രമാണ്. ബാറ്റിങ്ങിലാണ് ശ്രദ്ധ. പക്ഷേ ഫീൽഡിങ്ങും തിളങ്ങിയാലേ ടീമിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഇഷ്ടം ബാറ്റിംഗ് ആണ്, പക്ഷേ ഞാൻ ഒരു ഓൾറൗണ്ടറാണ്. അപ്പോൾ രണ്ടും ഞാനായിട്ട് ചെയ്യും. സച്ചിനെയും ധോണിയെയും കണ്ടുകൊണ്ടാണ് കളിച്ചു തുടങ്ങിയത്. ഇപ്പോൾ AB de Villiers ആണ് പ്രിയപ്പെട്ട താരം. ചെറുപ്പത്തിൽ എല്ലാവരും പോലെ തന്നെ സച്ചിനായിരുന്നു, പിന്നെ ധോണി, അങ്ങനെയൊക്കെ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഇപ്പോൾ AB de Villiers, സ്റ്റീവ് സ്മിത്താണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ടിനു യോഹന്നാനും നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. എല്ലാവരെയും പോലെ ഇന്ത്യൻ ടീമിലെത്തുകയാണ് ആത്യന്തിക ലക്ഷ്യമെന്നും ഡാരിൽ പറയുന്നു. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.